ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ഇതാ നോക്കിയേ, ഈ വാർണിങ്സും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ട്രേഡിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് എവിടെ ചെയ്യണം? ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരുമ്പോൾ മാത്രം പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല എളുപ്പവഴി ട്രേഡിംഗ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം വേണ്ടത്? നന്നായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പ്രാക്ടീസ്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഇതങ്ങോട്ട് പോട്ടെ. വാർണിങ്സൊക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുവാനോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇന്നത്തെ കാര്യം മണി മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് പറ്റുക, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഓക്കെ, ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോഴ്സുകൾ ഒക്കെ നമ്മുടെ എല്ലാം ഫ്രീ കോഴ്സുകളാണ്. എനിക്കറിയാവുന്ന പല സ്ട്രാറ്റജികളും ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മളൊരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ടെന്നല്ലേ അർത്ഥം. ഓക്കെ, ബൈനറി അപ്പോൾ ഒന്നെങ്കിൽ വിന്ന് അല്ലെങ്കിൽ ലോസ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇതാണ്. അപ്പോൾ സാധാരണ ട്രേഡിങ്ങിനെ വെച്ചിട്ട് ബൈനറി ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു നിശ്ചിത ടൈമിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ ടൈമിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രേഡ് അതിൻ്റെ ആ ടൈം കഴിയുമ്പോൾ നമുക്ക് വിന്നാണോ ലോസാണോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയോ ലോസ് കിട്ടിയോ എന്നുള്ളത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമുക്ക് പറ്റും ചെയ്യും. ഇപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് ആണ്. എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തു, അത് ഇവിടെ പോയി ഇങ്ങനെ പോയി മാർക്കറ്റ് എങ്ങനെ പോയി ഇവിടെ എത്തി, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് നമുക്ക് നമ്മൾ പ്രോഫിറ്റബിൾ ട്രേഡറാണോ അല്ലെങ്കിൽ മീൻസ് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബൈനറി ട്രേഡിങ്ങിൽ അങ്ങനെയല്ല. നമ്മൾ ഫിക്സ് ചെയ്യും, നമുക്ക് നേരെ ഫിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ ടൈം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് ട്രേഡ്, 1 മിനിറ്റിൻ്റെ ട്രേഡ്, 1 മിനിറ്റ് അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഫിക്സ് ചെയ്യാൻ പറ്റും. ആ ടൈമിനുള്ളിൽ ഒരു ട്രേഡ് നടക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് കണ്ടാൽ മതി, മായവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കോട്ടക്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ, ഓക്കെ, അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കോട്ടക്സിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ അണ്ടറിൽ വരണമെങ്കിൽ, നമ്മുടെ VIP ചാനൽ വരണമെന്നുണ്ടെങ്കിൽ പുതിയ ഒരു Gmail ഉപയോഗിച്ചിട്ട് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ റീഫ്രഷായി പോകുന്നു, ചാർട്ട് റീഫ്രഷായി പോകുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ VIP ചാനൽ. ഓക്കെ, നമ്മൾ ട്രേഡും കാര്യങ്ങളും സിഗ്നൽസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 ടൈപ്പിലാണ് നമ്മൾ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. അതിന് മുമ്പ് നിങ്ങളിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, നിങ്ങൾക്ക് VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയി. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കോട്ടക്സിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇവിടെ നോക്കിക്കേ. ഇവിടെ നിങ്ങൾ ക്യാൻഡിലിൽ 1-2 മിനിറ്റ്സ് അല്ല 1 മിനിറ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഇവിടെ ഏരിയ അങ്ങനത്തെ ഒന്നുമല്ല, ഇവിടെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് 2. തേർഡ് വൺ നോക്കിയേ, ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, ഓക്കെ, സ്വിച്ച് ടൈം ഇത് ഇങ്ങനെയാണ് ഇത് ടൈമറാണ്. ഇതിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്വിച്ച് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിഫാൾട്ട് ടൈം, കറൻറ്റ് ടൈമിൽ, ഇതിപ്പോൾ റെയിൽവേ ടൈം എന്നൊക്കെ നമുക്ക് പറയാം, 24 hours ടൈം, അതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, റിയൽ ടൈം, ഇപ്പോൾ ഇതിൻ്റെ റിയൽ ടൈം എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ കാണാം, 26 എന്ന് പറഞ്ഞാൽ 27 എന്ന് പറയുന്നത് ഇത് കാണാം. അല്ലെങ്കിൽ നോക്കിയേ ഇവിടെ ഇതിൻ്റെ നോക്കിയേ, ഇവിടെ ഇതിൻ്റെ റിയൽ ടൈമാണ്. ഇത് റിയൽ ടൈം അല്ല, ഇത് ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെയോ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസിൻ്റെയോ ഒക്കെ ടൈമായിട്ട് നമ്മൾ. അപ്പം നമുക്ക് ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡിഫാൾട്ട് ടൈമറിലാണെങ്കിൽ അത് ഡിഫാൾട്ട് ടൈം ആക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 1 മിനിറ്റ് ആക്കുക. ചിലവരുടെ അങ്ങനെ ഓൾറെഡി 1 മിനിറ്റ് തന്നെ ആയിരിക്കും, ക്യാൻഡിൽ തന്നെ ആയിരിക്കും, അല്ലാത്തവരുടെ കാര്യം പറഞ്ഞത്. പിന്നെ ഇവിടെ ഇതാക്കുക. ഇവിടെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നമുക്ക് എത്ര ഡോളർ വെച്ചിട്ടോ, അല്ലെങ്കിൽ INR ആണെങ്കിൽ INR, എത്ര INR രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ 100 INR ആണെങ്കിൽ INR. ഇവിടെ നമ്മൾ ഇതിപ്പോൾ USDയിലാണ്, ഇത് ഡോളറിലാണ്. നമുക്ക് INR സെലക്ട് ചെയ്തിട്ട് നമുക്ക് INRലും ട്രേഡ് ചെയ്യാം, USDയിലും ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ കണ്ടോ, സെറ്റിങ്സിൻ്റെ ഒരു ഇത് കണ്ടോ, ഗിയറിൻ്റെ ഒരു സിമ്പിൾ, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ടൈം സോൺ, ടൈം സോൺ UTC +530, UTC +530, -530 ഓൾസോ ഉണ്ട്. അതുകൊണ്ട് +530 ആണ് നമ്മുടെ ഇന്ത്യൻ ടൈം. ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഓട്ടോ സ്ക്രോളിങ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാറ്റാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓട്ടോ സ്ക്രോളിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറണ്ട് ഇതിൽ വന്നിട്ട് കിടക്കും. ഇങ്ങോട്ടാക്കിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, അതാണ് ഓട്ടോ സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അത് വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് അത് ചെയ്യാം, അതിൽ കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നോക്കിക്കേ, ഇവിടെ ഈ പ്ലസ് ബട്ടൺ കണ്ടോ, ഇവിടെ നിങ്ങളിപ്പോൾ ഒരു INR എന്നടിച്ചു കൊടുത്താൽ കണ്ടോ, INRൻ്റെ ചാർട്ട് വന്നു. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ INRൻ്റെ ചാർട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറേ എടുത്ത് വെക്കാം, മനസ്സിലാവും? ഇത്രയും എടുത്ത് വെക്കാം. അതെങ്ങനെ എടുത്ത് വെക്കണമെന്ന് കാണിച്ചു തരാം. ഒന്ന് ക്ലോസ് ചെയ്യുക. മൊബൈലിലും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ, വ്യത്യാസങ്ങളൊന്നുമില്ലേ, ചെറിയൊരു ഇൻ്റർഫേസിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് INRൻ്റെ ചാർട്ട് വേണം. ഓക്കെ, ജസ്റ്റ് ഇവിടെ INR കേട്ടോ, ഇപ്പം എന്തായി INR ചാർട്ട് വന്നു. ഇനി നമുക്ക് തോന്നുകയാണ് എന്താ പറയുക, EURUSD വേണം. ഓക്കെ, EURUSD വന്നു കണ്ടോ. ഇനി നമുക്ക് തോന്നുകയാണ് GBP JPY വേണം. കണ്ടോ, GBP JPY വേണം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഈ യൂറോ USD BDT എനിക്ക് എപ്പോഴും എനിക്ക് എന്താ പറയുക തിരയാൻ പറ്റില്ല, എനിക്കത് സ്റ്റാർ ചെയ്ത് വെക്കണം. ഇവിടെ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേലെ അത് കിടക്കും. നിങ്ങൾ ഏതൊക്കെ സ്റ്റാർ ചെയ്ത് വെക്കുന്നോ അതൊക്കെ മേലോട്ട് കിടക്കും. ഇതിങ്ങനെ മൂവ്മെൻറ്റ് വരും. ചിലപ്പോൾ ഈ NSD USD ചിലപ്പോൾ താഴോട്ട് പോകാൻ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കിടക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാനും നോക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താ പറയുക, ഒരു ഓവറോൾ ഒരാൾ, ഒരു ന്യൂ ബിഗിനർ അല്ലെങ്കിൽ ഒരു കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരാൾ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എന്താണ് VIP ഗ്രൂപ്പിലേക്ക് പോകാം. ഇതാണ് VIP ഗ്രൂപ്പ്. നമ്മളിങ്ങനെ അഡ്വാൻസ് സിഗ്നൽസും കൊടുക്കുന്നുണ്ട്. ഈ ചില ദിവസങ്ങളിൽ നമ്മൾ ലൈവ് സിഗ്നൽസും നമ്മൾ കൊടുക്കും. അപ്പോൾ അഡ്വാൻസ് സിഗ്നൽസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഇത് GBP JPY, ഓക്കെ, USD PKR എന്നുള്ളത്, ഇത് GBP JPY ആണെന്ന് വെച്ചോട്ടെ, 11.5. അപ്പോൾ 2.11 വെച്ചോട്ടെ, ഇവിടെ എഴുതിയേക്കണത് 2.11. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, 20.11 വെച്ചോട്ടെ. ഈ 20.10 ക്യാൻഡിൽ കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, കഴിയുമ്പോൾ തന്നെ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക. ഇവിടെ 20.11 ക്യാൻഡിൽ ട്രേഡ് എടുക്കുക. ഇവിടെ 20.11 എഴുതിയെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ 11.5 എഴുതിയെങ്കിൽ ഇവിടെ 11.5 ക്യാൻഡിൽ തന്നെ ട്രേഡ് എടുക്കണം. അതായത് 11.6 ക്യാൻഡിലോ 11.4 ക്യാൻഡിലോ അല്ല എടുക്കേണ്ടത്, 11.5 ക്യാൻഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ടൈം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഏതാണ് INRൻ്റെ ചാർട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ടൈം നോക്കുക, ഏത് ടൈമിലാണ് 11:13 ആ ടൈമിൽ ട്രേഡ് എടുക്കുക. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു എന്താ പറയുക സിഗ്നൽ വരുന്നതാണ് നമ്മൾ ലൈവ് സിഗ്നൽസ്. ഓക്കെ, മറ്റേത് അഡ്വാൻസ് സിഗ്നൽസ്, ഇത് ലൈവ് സിഗ്നൽസ്. ഇപ്പോൾ USD PKR. ഓക്കെ, USD PKR എന്ന് പറഞ്ഞിട്ട് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, PKRൻ്റെ ചാർട്ട് എടുക്കണം. എവിടെ പോയി PKR, ജസ്റ്റ് PKRൻ്റെ ചാർട്ട് എടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ USD PKR അതുപോലെ തന്നെ 1 മിനിറ്റിലാണ് ട്രേഡ് എടുക്കേണ്ടത്. വെയിറ്റ് ഫോർ ഡയറക്ഷൻ, ടേക്ക് ട്രേഡ് നെക്സ്റ്റ് ക്യാൻഡിൽ. ശ്രദ്ധിച്ചോ, ടേക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പുട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക
ഒരു ഡയറക്ഷൻ വരും, ഒരു സിഗ്നൽ വരും. പുട്ടെന്ന് പറഞ്ഞാൽ താഴോട്ടെടുക്കുക, കോളെന്ന് പറഞ്ഞാൽ കോൾ ഇവിടെ കാണാം, കോളെന്ന് പറഞ്ഞാൽ അപ്പിലേക്ക് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇതെപ്പോഴാണ് സിഗ്നൽ വന്നത്, ഇവിടെ നിങ്ങൾ താഴെ നോക്കിക്കുക 11:57, ഇന്നത്തെ 11:57. ഇവിടെ താഴെ സമയമുണ്ട്, നിങ്ങൾ നോക്കുക 11:57. ഓക്കെ, എവിടെ പോയി നമ്മുടെ ഇത്? ഓക്കെ, 11:57 നിങ്ങൾക്ക് എന്ത് ചെയ്തു, സിഗ്നൽ തന്നു. 11:58 നെക്സ്റ്റ് ക്യാൻഡിലല്ലേ, അപ്പോൾ 11:58 ട്രേഡ് എടുക്കാൻ വേണ്ടി. ട്രേഡ് അങ്ങോട്ട് ഡൗണിലേക്ക് 11:58 എന്ന് പറയുമ്പോൾ ഇത് കണ്ടാ, ഇതാണ് 11:58. ഇത് ഈ വരേൻ്റെ നോക്കിയാൽ റെഡ് കളർ കണ്ടാ, റെഡ് എന്ന് വെച്ചാൽ ഡൗണിലേക്ക് എന്ന് പറയുമ്പോൾ റെഡ് ക്യാൻഡിൽ വരും, അപ്പിലേക്ക് എന്ന് പറയുമ്പോൾ ഗ്രീൻ ക്യാൻഡിൽ വരും. ഓക്കെ, അപ്പോൾ റെഡ് ക്യാൻഡിൽ കളർ ട്രേഡിംഗ് അല്ലേ, അത് ആദ്യം മനസ്സിലാക്കാം. ഞാനതൊരു ഈസിക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഡൗണിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ വേറൊരു കാര്യം കാണിച്ചുതരാം. USD TRY. അപ്പോൾ നമ്മൾ TRYൻ്റെ എടുക്കുക. ഒരു മിനിറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. USD TRY എടുത്തു. നമുക്കൊരു 11 മണീൻ്റെ ആ ഭാഗത്തേക്ക് എടുത്തു. സോറി, 11:51 കണ്ടോ, ഇവിടെ ഈ താഴെ നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും. അവിടെ 11:51 നിങ്ങൾക്ക് ഇത് വന്നു, ട്രേഡ് സിഗ്നൽ വന്നു. 11:52 ക്യാൻഡിൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ 11:52 ക്യാൻഡിൽ, ഇതാണ് 11:52 ക്യാൻഡിൽ കണ്ടോ, ഇത് 11:52 കണ്ടോ, 11:52 ക്യാൻഡിൽ. അപ്പോൾ കോള് 11:52 കോള് നമുക്ക് വിന്നായി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോള് തന്നു, ഇവിടെ നിങ്ങൾക്ക് റെഡ് ക്യാൻഡിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ക്യാൻഡിലാണ് വന്നതെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ, തൊട്ടടുത്ത ക്യാൻഡിലിൽ നിങ്ങൾ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം, സെയിം അപ്പിലേക്ക് തന്നെ ട്രേഡ് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പിലേക്ക് തന്നെ ട്രേഡ് എടുക്കണം. അത് ഞാനൊന്ന് കാണിച്ചു തരാം. NSD JPY, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. NSD JPY OTC 11. ഇതിനെയാണ് നമ്മൾ 1 സ്റ്റെപ്പ് MTG എന്ന് പറയുക. MTG എന്ന് പറഞ്ഞാൽ മാർട്ടിങ്കൽ. MTG 1 സ്റ്റെപ്പ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ക്ലിക്ക് ചെയ്യട്ടെ. 11:39. ഓക്കെ, 11:39. ഇതും കറക്റ്റ് തന്നെ വിന്നായില്ലേ. ഒരു MTG കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പോൾ ചെയ്യുക? ഓക്കെ, USD BDT. അപ്പോൾ അതും 11 സംതിങ് ആണ്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കാണണം. കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആവുള്ളൂ. അല്ലാതെ വെറുതെ വലിച്ചു വാരി സിഗ്നൽ വന്നല്ലോ എന്ന് വെച്ച് വലിച്ചു വാരി ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ എടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, 11:37 കുറച്ചും കൂടി ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ, 11:37 നിങ്ങൾക്ക് ഒരു ഡൗണിലേക്കൊരു എൻട്രി തന്നു. ഇതും എല്ലാം നമ്മുടെ എല്ലാം വിന്നാണല്ലോ കാണിക്കുന്നത്. ഒരു MTGൻ്റെ ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നല്ലോ. അല്ലെങ്കിൽ നമുക്ക് USD MX എന്ന് നോക്കാം. USD MX ഇതിപ്പോൾ എല്ലാം നമ്മൾ വിന്നായിക്കുക. 11:34 15 ആ ഭാഗത്തായിരിക്കും. ഓക്കെ, 11:30. ഓക്കെ, 11:30 നിങ്ങൾക്ക് 11:30 നിങ്ങൾക്ക് സിഗ്നൽ വന്നു.
ഓക്കെ, 11:31 ക്യാൻഡിൽ ഡൗണിലേക്ക് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ 11:31 ക്യാൻഡിൽ ഇത് നോക്കിയേ, ഇത് ഈ ഒരു ക്യാൻഡിൽ ഈ താഴത്തെ കാണുന്നത് ഇത് ഈ ക്യാൻഡിൽ 11:30. അപ്പോൾ തൊട്ടടുത്ത ക്യാൻഡിൽ 11:31 ഡൗണിലേക്കാണ്, താഴോട്ട് റെഡ് ക്യാൻഡിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ താഴോട്ട് ട്രേഡ് എടുക്കാൻ പറഞ്ഞു. നിർഭാഗ്യവശാൽ ഇത് ഗ്രീൻ കളറായി, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിലേക്ക് പോയി, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസായി. എന്ത് നിങ്ങൾ ചെയ്യണം? ഇതാണ് ഇവിടെ നോക്കിയേ, ഇഫ് ലോസ് യൂസ് 1 സ്റ്റെപ്പ് MTG. കണ്ടോ, നിങ്ങൾ ലോസ് ആവുകയാണെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങളിവിടെ 100 രൂപയാണ് ട്രേഡ് എടുത്തെങ്കിൽ 200 രൂപ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മുടെ MTG ഷീറ്റിലുണ്ട്, മണി മാനേജ്മെൻറ്റിൻ്റെ എക്സൽ ഷീറ്റ് ഉണ്ട്, അതിലെത്രയാണോ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഡൗണിലേക്കല്ലേ ഇത് തന്നേക്കണേ, ഡൗണിലേക്ക് തന്നെ ട്രേഡ് എടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ആരും പറഞ്ഞു തരില്ല, മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രേഡ് ലോസ് ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് പറഞ്ഞു തരില്ല. ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. അതിനാണ് നേരത്തെ എഴുതി വെച്ചേക്കണം, ഇഫ് ലോസ് യൂസ് 1 സ്റ്റെപ്പ് MTG. നിങ്ങൾ ലോസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് സെയിം ഡയറക്ഷനിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് 1 സ്റ്റെപ്പ് MTG എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതാ USD-MX എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ വന്നു. നിങ്ങൾ എന്ത് ചെയ്യും? USD-MX എന്ന് പറഞ്ഞിട്ട് ചാർട്ട് ഓപ്പൺ ചെയ്യും. ഇവിടെ ചാർട്ടിലെ ഇതവിടെ ചാർട്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക? പുട്ട്. ഓക്കെ, പുട്ട് എന്ന് പറഞ്ഞ് വരുന്നു അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിവിടെ ഒന്നും ചേഞ്ച് ചെയ്യുക, കാരണം ഇവിടെ ഡിഫാൾട്ട് ടൈമാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ആ എമൗണ്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പുട്ട് എന്ന് പറയുമ്പോൾ 11 ഏതാ ടൈം? എവിടെ പോയത്? 11:32 അല്ലേ? 11:33 ക്യാൻഡിലാണ്. 11:32 ക്യാൻഡിൽ കഴിഞ്ഞ് 11:33 ആകുമ്പോൾ നിങ്ങൾ ഇവിടെ ഡൗണിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബട്ടൺ ഈ ഒരു ഇതില്ലേ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രേഡ് ഡൗണിലേക്ക് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതിനുശേഷം അത് ലോസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ നിങ്ങൾ എക്സൽ ഷീറ്റിലാണെങ്കിൽ എക്സൽ ഷീറ്റിൻ്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവും. ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുക അടുത്ത ഇത് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയാം. ഇനിയാണ് നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിൽക്കണോ അതോ നിങ്ങൾ ഒരു ലൂസറായിട്ട് നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യും? മാർക്കറ്റ് ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നവരല്ല. മാർക്കറ്റ് ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് തരണം എന്ന് ഉദ്ദേശിക്കുന്നതല്ല. കാരണം എന്താ അറിയോ, നമ്മുടെ കയ്യിലുള്ളതും കൂടി എടുത്തിട്ട് പോകാനാണ് മാർക്കറ്റ് നോക്കുന്നത്. ഇന്നൊരു സിഗ്നൽ വന്നു, അത് ലോസ് ആണെങ്കിൽ അത് മാർക്കറ്റിൻ്റെ പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തി എന്നും പ്രോഫിറ്റാണ് തരുന്നതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ഓക്കെ, അന്ന് അദ്ദേഹത്തെ ആ വ്യക്തിയെ പറയാം, ഓക്കെ, ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. എന്നും ഒരു വ്യക്തി ലോസാണ് തരുന്നതെങ്കിൽ ഓക്കെ, അത് ആ വ്യക്തിൻ്റേതാണ്. പക്ഷേ ഒരു ട്രേഡർ, ഒരാൾ ലോസും വിന്നും തരുന്നുണ്ടെങ്കിൽ, ആ ലോസിനെ റിക്കവർ ചെയ്തും തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാർക്കറ്റിൻ്റെ കളിയാണ് ലോസ് വരുന്നത്. ആ ലോസിനെ എന്ത് ചെയ്യും? നമ്മൾ ന്യൂട്രൽ, നമ്മൾ അടുത്ത സിഗ്നലെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറും. അപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിൽക്കണമെങ്കിൽ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ. മനസ്സിലാവുന്നുണ്ടോ? അത് ആരെടുത്തും ലോൺ എടുത്തതോ അതെടുത്തോ ഇതെടുത്തോ ഒന്നും ആവരുത്. ഈ ക്യാഷ് എനിക്ക് പോയാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് ഉണ്ടാവുകയോ അന്ന് ട്രേഡിങ്ങിലേക്ക് വന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് ഇട്ടിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ബില്യൺസ് ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പ്രോഫിറ്റും നമുക്ക് കാര്യങ്ങളും വേണമെന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം. മാർക്കറ്റിന് 1 ലക്ഷം രൂപ നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു കുഴപ്പമില്ല.
ഇനി നമ്മുടെ അടുത്ത് ക്യാപിറ്റൽ 2500 ആണെങ്കിൽ പോലും മാർക്കറ്റിന് ഒരു കുഴപ്പമില്ല, ഒരു വ്യത്യാസമില്ല. മാർക്കറ്റ് നമ്മളെ എങ്ങനെ 1 lakh അല്ലെങ്കിൽ 1 crore ക്യാപിറ്റലുള്ള വ്യക്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് 2000 rupees അല്ലെങ്കിൽ 2500 rupees ഉള്ള ഒരു വ്യക്തിയും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ രണ്ടുപേരെ ഒരേപോലെയാണ് മാർക്കറ്റ് കാണുക. പക്ഷേ അവിടെ വിന്നാവണോ ലൂസറാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു വിന്നിങ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട 2 സ്ട്രാറ്റജികളാണ്. 1 സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ, 2 മണി മാനേജ്മെൻറ്റ്. ഓക്കെ, സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ആൻഡ് മണി മാനേജ്മെൻറ്റ്. ഒരു മിനിറ്റ്, സ്ക്രീൻ ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ചെറിയൊരു പെൻസിൽ എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ 100 rupeesന് നമ്മൾ ഒരു ട്രേഡ് എടുത്തു, ഫസ്റ്റത്തെ സിഗ്നൽ വന്നു, ഇത് ലോസായി എന്ന് വെക്കുക. തൊട്ടടുത്ത ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഡബിളിങ് 200 rupees വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? 200 rupees. ഈ രണ്ടും കൂടെ ചേർന്നതാണ് 1 സിഗ്നൽ. ഇത് ഈ ഫസ്റ്റത്തെ എൻട്രി വിന്നാകത്തോടത്തോളം കാലം രണ്ടാമത്തെ എൻട്രി വന്നു കഴിഞ്ഞാൽ അതാണ് 1 സിഗ്നൽ എന്ന് പറയുന്നത്. ഇതാണ് 1 സിഗ്നൽ. ഇനി ഇതും ലോസായി എന്ന് വെക്കുക. പിന്നെ നമ്മൾ മൂന്നാമത് MTG എടുക്കുമോ? ഇത് ഒരു ട്രേഡ് ഇവിടെ ലോസായി, അതിൻ്റെ ഫസ്റ്റത്തെ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് എടുത്തു, അതോടുകൂടി ഈ ഒരു ട്രേഡിങ് ഇവിടെ നിന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ മൂന്നാമത് എടുക്കാൻ പോകണ്ട. അടുത്ത ചില സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ഇതിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ പറയും എടുക്കാൻ വേണ്ടി, പക്ഷേ 99.9% നമ്മൾ എടുക്കൂല. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇവിടെ 2 ലോസായിപ്പോയി. ഇനി എന്ത് ചെയ്യും? നമ്മൾ നെക്സ്റ്റ് സിഗ്നലിലേക്ക് വെയിറ്റ് ചെയ്യും. നെക്സ്റ്റ് സിഗ്നലിൽ വരുമ്പോൾ നമ്മൾ എത്ര രൂപ ഇടും? ഇവിടെ എത്രയായി? 100 രൂപ പോയി, 200 രൂപ പോയി. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര ഇടാം? ടോട്ടൽ 300 ആണ് അല്ലേ? 300 നമുക്ക് വേണമെങ്കിൽ ഇവിടെ 600 രൂപ ഇടാം. ഓക്കെ, 300 രൂപയാണ്, 300ൻ്റെ ഡബിൾ 600. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് 200 അല്ലേ വരുന്നത്, 200ൻ്റെ ഡബിള് 400 രൂപ ഇടാം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നെങ്കിൽ 600 ഇടാം, അല്ലെങ്കിൽ 400 ഇടാം. ഇതാണ് ഡബിളിംഗ് എന്ന് പറയുന്ന മണി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. ഇനി ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലെ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഇപ്പോഴും പ്രോഫിറ്റബിൾ ട്രേഡ്, ഞാൻ 2023 മുതൽ VIP ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഒപ്പമുള്ള പ്രോഫിറ്റബിൾ ട്രേഡർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന, ഞാനും ഉപയോഗിക്കുന്ന, ഞാൻ പേഴ്സണലായിട്ട് ഞാനും ഒരു ട്രേഡർ തന്നെയാണ്, ഞാനും ഉപയോഗിക്കുന്ന മെത്തേഡാണ് മണി മാനേജ്മെൻറ്റ് എക്സൽ ഷീറ്റ്. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡബിളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങളോട്. ഓക്കെ, ക്യാപിറ്റലിൻ്റെ ഡബിളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ 10,000 ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ ട്രേഡ് പെർ ട്രേഡ് നിങ്ങൾ ഫസ്റ്റത്തെ ട്രേഡ് എടുക്കേണ്ടത് 100 രൂപയ്ക്കാണ്. ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ 25,000 ഈ എമൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് എമൗണ്ട് 256 rupees വരിക. ഇനി നിങ്ങളുടെ ക്യാപിറ്റൽ $100 ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ ട്രേഡ് എന്ന് പറയുന്നത് $1 മനസ്സിലായോ? ഇനി നിങ്ങൾ 2,500 ആണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് വരുന്ന പെർ ട്രേഡ് 25 rupees നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല കോട്ടക്സിൽ. അതുകൊണ്ട് 100 rupees എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ 100 rupees തന്നെ നമ്മൾ ട്രേഡ് എടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതാണ് ഡബിളിങ്ങിൻ്റെ ഈ ഒരു പാറ്റേൺ. ഇനി നമ്മൾ ഈ എക്സൽ ഷീറ്റിൻ്റെ കാര്യത്തിലേക്ക് പോവാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ഓക്കെ, എക്സൽ ഷീറ്റിൽ നമ്മുടെ എമൗണ്ട്, നമ്മുടെ ക്യാപിറ്റൽ 10,000 ആണെന്ന് വയ്ക്കുക. മിനിമം 10,000 എങ്കിലും വേണം. അല്ലാതെ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊരു ഒന്നും ആവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10,000 rupees ആണ് നമ്മുടെ ക്യാപിറ്റൽ നോക്കാം. ഈ 25 lakhs എന്താ പറയുക, ഈ 50 lakhs അതേപോലെ 4 lakhs
2500 ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ഞാനൊരു 2500 വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, മിനിമം ഒരു 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ടോട്ടൽ 8 ട്രേഡിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ടോട്ടൽ 8 ട്രേഡ് എടുക്കാൻ പറ്റുന്നല്ല, നിങ്ങൾക്ക് ടോട്ടൽ 8 ട്രേഡിൽ 2 ട്രേഡ് വിന്നായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? 8 ട്രേഡിൽ 2 ട്രേഡ് വിൻ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു ട്രേഡ് വിന്നാവുക, പിന്നെ ഒരു 7ാമത്തെ ട്രേഡ് വിന്നാവുക മതി, നിങ്ങൾ പ്രോഫിറ്റബിളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 8 ട്രേഡിൽ 2 ട്രേഡ് വിന്നായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിളായിരിക്കും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററായിരിക്കും നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. W എന്ന് പറഞ്ഞാൽ വിൻ എന്നും L എന്ന് പറഞ്ഞാൽ ലോസ് എന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രേഡ് കിട്ടി, നമ്മൾ ലോസ് ആയി നോക്കാം. ഓക്കെ, 10,000 ആണ് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്, നമ്മുടെ ക്യാപിറ്റൽ 10,000 ആണ്. ഇവിടെയുള്ള എമൗണ്ട് നിങ്ങൾ കാണുക. ഓക്കെ, കുറഞ്ഞ് വരുന്ന കാണാം. അടുത്ത എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, 327. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഈ ഇതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സൽ ഷീറ്റ് ആണെങ്കിൽ ഒരു ഐഡിയ ഉപയോഗിക്കണം എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റത്തെ ഒരു ട്രേഡ് എടുത്തു, അത് ലോസ് ആണോ വിന്നാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എല്ലുന്ന് ലോസ് അടിക്കുക. ലോസ് അടിച്ചിട്ട് ഇവിടെ നെക്സ്റ്റ് എമൗണ്ട് ഇല്ലേ, ഈ 3 അത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുക. ട്രേഡ് റണ്ണിങ്ങിലായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുക. അതങ്ങനെ ലോസ് ആവണമെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ലോസ് ആവണമെങ്കിൽ തന്നെ പിന്നെ അടിക്കാനും ഇതാക്കാനും ഇവിടെ സമയം നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ എങ്ങോട്ടാണ് അപ്പിലേക്ക് ഡൗണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത് ലോസ് ആവുന്ന കാണുന്നു, പെട്ടെന്ന് എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ അവിടുന്ന് എമൗണ്ട് നോക്കും, അപ്പോഴത്തേക്കും അടുത്ത ക്യാൻഡിൽ കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് അതും ലോസായി നോക്കാം. നെക്സ്റ്റ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ട്രേഡും മാർട്ടിങ്ങിലും ലോസായി. പിന്നെ നെക്സ്റ്റ് ട്രേഡ് വിന്നായി നോക്കുക. ഓക്കെ, പിന്നെ അടുത്ത ട്രേഡ് ലോസായി, അടുത്ത ട്രേഡ് ലോസായി, പിന്നെ ഇതാ ഇവിടെ നിന്ന് വിന്നായി. ഇപ്പം നോക്കിക്കേ, നമ്മൾ പ്രോഫിറ്റ് തന്നെയാണോ ഉള്ളത്? എത്ര ലോസ് വന്നു, അടുപ്പിച്ച് ലോസ് വന്നു. നോക്കി, പിന്നെ അടുത്ത 2 അടുപ്പിച്ച് ലോസായി, പിന്നെ വിന്നായി, പിന്നെ ലോസായി, പിന്നെ വിന്നായി. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുക, 10,000ൻ്റെ 1% എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. എത്രയാണ്? 100 റുപ്പീസ്. നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% കിട്ടുകയാണെങ്കിൽ 100 റുപ്പീസാണ് 10,000 അല്ലേ? ആണോ? 10,000ന് 1% നോക്കാം. കണക്കിനൊക്കെ വളരെ മോശമാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. 10,000ൻ്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 100 റുപ്പീസാണ്. ഓക്കെ, ഇവിടെ എത്ര കിട്ടി? 483 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.83% കിട്ടി. ക്യാപിറ്റലിൻ്റെ 4.83%. ഇത്രയും ലോസ് ഉണ്ടായിട്ട് പോലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ലോസ് നോക്കിക്കേ, ഇത്രയും ലോസ് ആയിട്ട് പോലും നമുക്ക് കിട്ടി. സോറി, മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ നോർമലായിട്ട് ഈ മണി മാനേജ്മെൻറ്റ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെപ്രാളാവും, നമ്മൾ അറിയാണ്ട് ചറവറ എടുക്കുകയും ചെയ്യും, പിന്നെ ലോസിലേക്ക് പോകും, പിന്നെ ലോസുമായി കരച്ചിലായി പിടിച്ചിലായി അല്ലേ? നിങ്ങൾ നോക്കിക്കേ, എല്ല്. ഓക്കെ, ഇവിടെ ഒരു വിന്ന് കിട്ടിയാൽ മതി. എത്രയായിപ്പോൾ? ഇത്രയും ലോസ് വന്നിട്ട് നോക്കി, ഒരു വിന്നിൽ വീട്ടിയപ്പോഴത്തേക്കും ഇവിടെ ഇതാണ്. ഇവിടെ അടുപ്പിച്ചൊരു വിന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കേ, മനസ്സിലായോ? അപ്പോൾ ലോസ് വന്നിട്ട് നമ്മൾ അയ്യോ ലോസ് വന്നല്ലോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് കരഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. മനസ്സിലായോ? ലോസ് വന്നിട്ട് കരഞ്ഞിരിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്യാപിറ്റൽ
അയ്യോ എൻ്റെ അടുത്ത് 10,000 രൂപയുള്ളല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ഇതുകൊണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ട്രേഡോ 3 ട്രേഡോ അടുപ്പിച്ച് ലോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പോകൂലേ എന്നുള്ളത്. ഇപ്പം എല്ലാവരുടെയും മെൻറ്റാലിറ്റി എന്താണെന്നറിയോ? ഈ 10,000 റുപ്പീസ് കൊണ്ട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് അന്നത്തെ ദ സെയിം ഡേ തന്നെ അവർക്ക് 10,000 റുപ്പീസ് പ്രോഫിറ്റായിട്ട് കിട്ടണം. നടക്കൂല അത്. നിങ്ങളുടെ അടുത്തൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ 10,000 ആയതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വെക്കുക. നിങ്ങൾ വിചാരിക്കും 1 ലക്ഷം രൂപ എനിക്ക് പ്രോഫിറ്റ് സെയിം ഡേ കിട്ടണമെന്ന്? ഇല്ല. ക്യാപിറ്റൽ കൂടുതൽ നിങ്ങളുടെ മൈൻഡിൽ എന്താണ്? ക്യാപിറ്റലിൻ്റെ 1% എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഡെയിലി, 2% എനിക്ക് കിട്ടിയാൽ മതി ഡെയിലി, അത്ര മതി എനിക്ക്, അതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്നേ ചിന്തിക്കുള്ളൂ. പക്ഷേ കുറഞ്ഞ ക്യാപിറ്റൽ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയോ? അത് മനുഷ്യൻ്റെ ഒരു ഇതാണ്, ചിന്തയാണ്. അത് നമുക്കതിന് ആ ഇട്ട എമൗണ്ട് ഞങ്ങൾ ഡബിൾ കിട്ടണം എന്നുള്ള ചിന്താഗതി നമുക്ക് മൈൻഡിൽ വരും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ. ഇതിപ്പോൾ നോക്കി, ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ലോസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ശരിക്കും കണ്ണ് തുറന്ന് നോക്കി ശ്രദ്ധിക്കുക. ഇവിടെ ലോസ് ആണോ കൂടുതൽ, വിന്നാണോ കൂടുതൽ? എന്തോരം ലോസാന്ന് നോക്കിയേ. കുറഞ്ഞ വിന്നേ ഉള്ളൂ. പക്ഷെ ആ കുറഞ്ഞ വിന്ന് മതി നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ. മനസ്സിലാവുന്നുണ്ടോ? കുറഞ്ഞ എന്താ പറയുക, വിന്ന് മതി നമുക്ക്. പക്ഷെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റണം, സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കോട്ടക്സിലല്ല. നിങ്ങൾ ഏത് ട്രേഡ് ചെയ്താലും ഐ എം വെരി സോറി, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല, നിങ്ങൾ ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറില്ല. ചിലപ്പോൾ 1-2 ദിവസം നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കാം, 3-ാം ദിവസം ഉള്ള പൈസ മുഴുവൻ ഒറ്റയടിക്കുന്ന വാഷ് ഔട്ടായ പോലെ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക് നമ്മുടെ സിഗ്നലിൽ നോക്കിയെടുത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ലേ? പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ 25 സിഗ്നൽസ് കൊടുക്കുന്നു, 24 സിഗ്നൽസൊക്കെ എന്താ പറയുക, സോറി, നമ്മുടെ ഗ്രൂപ്പിൽ എന്താ പറയുക ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് ഞാൻ നോക്കിയേ. ഇതൊക്കെയാണ് നമ്മുടെ സിഗ്നൽസ് വരുന്നത്. ഈ സിഗ്നൽസ് നിങ്ങൾ നോക്കിക്കേ. ഒരു മണി മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എടുക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്കിത് പ്രോഫിറ്റബിൾ ആയിരിക്കുമോ ലോസ് ആയിരിക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ വിന്നുകൾ നോക്കി ഇഷ്ടം പാരെ വിന്നുകളുണ്ട് അല്ലേ, ലോസ് കുറവ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇഫ് കണ്ടിന്യൂസ് ടു വിൻ ലോ ക്യാപിറ്റൽ മെമ്പേഴ്സ് സ്റ്റോപ്പ് ദ ട്രേഡ്. കാരണം അതെന്താ, മണി മാനേജ്മെൻറ്റ് ഉപയോഗിക്കാതെ ചെയ്യുന്ന ട്രേഡർമാരാണ്. മണി മാനേജ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 25 ട്രേഡും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, ഈ 2 ട്രേഡ് മാത്രം എടുത്ത് നിങ്ങളുടെ ട്രേഡ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ല. നിങ്ങൾ ഈ മണി മാനേജ്മെൻറ്റ് എക്സൽ ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ മുഴുവൻ ട്രേഡും എടുത്തേനെ. ഓക്കെ, മുഴുവൻ ട്രേഡും നിങ്ങൾ എടുത്തേനെ. ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെ പോട്ടെ, നമ്മളിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 10,000 ആണ് ക്യാപിറ്റൽ. നമുക്ക് ഈ ട്രേഡ് ഒന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റത്തെ വിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് MTGയിൽ വിന്നാന്ന് വിചാരിക്കാം. നമുക്ക് എല്ലാം MTGയിൽ വിന്നാക്കാം. ഓക്കെ, ഒന്നും ഡയറക്റ്റ് വിന്ന് വേണ്ട. ലോസ് വിന്ന്. ഓക്കെ, MTGയിൽ ഫസ്റ്റത്തെ ഇത് എൻട്രി ലോസ്, MTGയിൽ വിന്ന്. രണ്ടാമത്തത് വിന്ന് തന്നെയല്ലേ, അപ്പോൾ ലോസ് വിന്ന്. ഓക്കെ, രണ്ടാമത്തെ 2 അടുപ്പിച്ച് ലോസ്. അപ്പോൾ എങ്ങനെയാണ്, ലോസ് 1, ലോസ് 2 കഴിഞ്ഞ് അടുപ്പിച്ച് വിന്നായി. ഇതൊന്ന് 2 അടുപ്പിച്ച് വിന്നായി, അടുപ്പിച്ച് ലോസായി. മൂന്നാമത്തത് MTGയിൽ വിന്നാന്ന് വെച്ചോട്ടെ, വിന്ന്. നാലാമത്തോ 5-ാമത്തോ 6, ഇത് ഒരുപാടുണ്ടല്ലോ. ഓക്കെ, ഇത് എത്രാമത്തെയോ, 1 2 3 4 5 വിന്നായി. 6 ആറാമത്തത് എന്തായി, നമുക്ക് ലോസ് വിന്ന്.
ഏഴാമത്തത് ലോസ് വിന്ന്. എട്ടാമത്തത് ലോസ് വിന്ന്. ഒമ്പതാമത്തത് ഞാൻ എല്ലാത്തിനും ടീച്ചെടുക്കുക, എല്ലാം ലോസായി വെക്കുക. ഓക്കെ, എല്ലാം ഫസ്റ്റത്തെ എൻട്രി ലോസാന്ന് വെക്കുക. പത്താമത്തത് ലോസ് വിന്ന്. പക്ഷെ ഇതിൽ പലതും ഡയറക്റ്റ് വിന്നുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. ലോസ് വിന്ന്. അടുത്തത് ലോസ് വിന്ന്. പോട്ടെ പോട്ടെ പോട്ടെ, അയ്യോ എവിടം പറയും, ഇനി ഇത് ഇതല്ലേ. ഓക്കെ, ലോസ് ലോസ്, 2 ലോസ്, പിന്നെ ഒരു 3 ലോസ് വിന്ന്. ഇനി ഇത് ഇത് ലോസ് വിന്ന്. ഇത് ലോസ് വിന്ന്. ഇത് ലോസ് വിന്ന്. ഇത് ലോസ് വിന്ന്. ഓക്കെ, ഇത്രയാണ് ഇപ്പം നമ്മൾ എടുത്തത്. ഓക്കെ, ഇത്ര 25 സിഗ്നൽസ്. 25ആണോ? 25 ഉണ്ടോ? അല്ല സോറി, 18. ഇത് 18 ഉള്ളൂ കേട്ടോ. ഇത് 18 ഉള്ളൂ. ആ 18 സിഗ്നൽ ഇതിൽ ഒരുപാട് ഡയറക്റ്റ് വിന്നുണ്ട്. നമ്മൾ അതൊന്നും നോക്കിയില്ല. നമ്മളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? MTGയിലെടുത്തു. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സിഗ്നൽ ലോസ്, രണ്ടാമത്തത് വിന്ന് എന്ന് വെച്ചിട്ട് നമ്മളെടുത്തു. ഓക്കെ, എത്രയാണ് വന്നത്? 11,358. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? 10,000. അപ്പോൾ 11,000 വരുമ്പോൾ എത്ര പ്രോഫിറ്റ് വേണം? 11,358 അല്ലേ? അല്ലേ? ഓക്കെ, 11% പോട്ടെ, 11 തന്നെ ഇടാം. 11% മേലെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% അല്ല, 11%. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 11%. നിങ്ങൾക്ക് ചിന്തിക്കാമെന്ന് പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ഇത് വരും, എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചവർക്കാണിത് കേട്ടോ, അല്ലാത്തവർക്കല്ല. ഇവിടെ നിങ്ങളുടെ എമൗണ്ട് 50,000 രൂപയായിരുന്നെങ്കിൽ 50,000 രൂപയായിരുന്നെങ്കിൽ നോക്കിക്കേ, എത്ര ടെൻഷൻ ഫ്രീ ആയിട്ട്, എത്ര ഇതായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ എടുക്കാമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? എത്ര ഇതായിട്ട് നിങ്ങൾക്ക് എടുക്കാമായിരുന്നു ഇവിടെ ഈ മണി മാനേജ് ഷീറ്റ് ഉണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ ആലോചിക്കില്ലേ, മണി മാനേജ് ഷീറ്റ് ഉണ്ടെങ്കിൽ എത്ര സുഖമായിട്ട് എടുക്കാം. എപ്പോൾ നോക്കി എന്തോരം ലോസുകളാണ്. എന്തെങ്കിലും എഫക്റ്റ് ആയോ നമുക്ക്? ഇനി അടുത്ത സിഗ്നൽ ഇതാ. ഇതിൽ പറഞ്ഞുതരാം, 25 സിഗ്നൽസ്, അതിൽ 2 സിഗ്നൽസ് ലോസ്. ഒന്ന് ഇവിടെയും ലോസ് ഉണ്ട്, ഇവിടെ ലോസ് ഉണ്ട്, ഒന്ന് ഇവിടെയും ലോസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങാനുമാണ് ഇവിടെ മണി മാനേജ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ പെർസെൻറ്റേജിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. ഞാൻ നമ്മുടെ VIP മെമ്പേഴ്സിലെ ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ഷോർട്ട് കട്ട് എന്ന് പറയണത് എന്താണ്? ഇവിടെ എവിടെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ, എവിടെയോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എവിടെ എഴുതിയെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇത് നോക്കിയേ, ഇവിടെ 14 സിഗ്നലിൽ 5 ലോസ് ഉണ്ട്. ഈ 5 ലോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരു പ്രശ്നവുമില്ല. നമ്മൾ പ്രോഫിറ്റബിൾ തന്നെയായിരിക്കും. ഇനി 14 സിഗ്നലിൽ 10 ലോസ് വന്നോട്ടെ, നമ്മൾ ലോസിലായിരിക്കുമോ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയൊന്നറിയില്ല. ഓക്കെ, എന്താണ്? ഒരേ ഒരു ഷോർട്ട് കട്ടേ ഉള്ളൂ, മണി മാനേജ്മെൻറ്റ്. മണി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ പ്ലസ് ഈ ഒരു എക്സൽ ഷീറ്റ്. ഫിനിഷ്.
ഇനി നിങ്ങൾ തീരുമാനിച്ചുകൂടാ. ഞാൻ ഇത്രയേ ഉള്ളൂ, ഇത്രയേ പറയുന്നുള്ളൂ, ഒന്നും വേറെ ഒന്നും പറയുന്നില്ല. നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പുതിയ Gmail ഉപയോഗിക്കണേ, അല്ലെങ്കിൽ ഇതുവരെ കോട്ടക്സിന് കൊടുക്കാത്ത ഇമെയിലായിരിക്കണേ, Gmail ആയിരിക്കണേ. അത് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് ID എനിക്ക് അയച്ചു തരിക. ID എങ്ങനെ അയക്കേണ്ടത് എന്നുള്ള സാധനങ്ങളൊക്കെ വീഡിയോസ് കയ്യിലുണ്ടാവും. ID എനിക്ക് അയച്ചു തരിക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, VIP ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. ബാക്കി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ അല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് 0 വരും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. 0 വരും എന്നുള്ളത് ഉറപ്പ് പറയുന്നു. 0 എന്ന് പറഞ്ഞാൽ വാഷ് ഔട്ട്. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയണ്ട. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.